ഉയർപ്പിന് വേണ്ടി അതിജീവനത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് ഇതിനിടയിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നതും എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമുക്കിനി വിളിച്ചുപരിചയമാണ് നമുക്ക് ഞങ്ങൾ സംസാരിച്ചിരുന്നു. എന്തായാലും ഒരിക്കൽ കൂടി കാര്യം അത് ഒന്നേറെ പോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഒറ്റ ആവശ്യമേ നമുക്കുള്ളൂ. ആ ആവശ്യം എന്ന് പറയുന്നത് ഒന്ന്, വയനാട്ടിൽ ഒരു ദുരന്തമില്ല. വയനാട്ടിൽ ഒരു മേഖലയിലെ ഒരു ദുരന്തത്തെ വയനാടിൻ്റെ ദുരന്തമായി മാറരുത്. സുരക്ഷിതമാണ് വയനാട്. തീർച്ചയായിട്ടും വയനാട്ടിൽ സുരക്ഷിതമാണ്. ഇത് തെറ്റായ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരരുത്, വയനാട്ടിലേക്ക് പ്രവേശിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിതിനെ അതിജീവിക്കും. കാരണം നമുക്ക് സമാനതകളില്ലാത്ത ദുരന്തമെന്ന് എല്ലാവർക്കും അറിയാം. ആ ദുരന്തത്തെ പകച്ചു നിന്നിട്ട് കാര്യമില്ല. ഇപ്പം ഗവൺമെൻറ്റും വ്യാപാരികളും ഇവിടുത്തെ എസ്പെഷ്യലി വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഏറ്റെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ തരണം ചെയ്തേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നൽകിയിട്ടുള്ളത്. വയനാട് സുരക്ഷിതമാണ്, വയനാട് സുന്ദരമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. വയനാട് ഈസ് സേഫ് ആൻഡ് വയനാട് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈൻ. തീർച്ചയായിട്ടും ആ ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർത്തേണ്ട സമയം കഴിഞ്ഞു, പക്ഷേ എന്നിട്ട് നമ്മൾ തുടരുന്നത് നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണ കണ്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും താങ്ക് യു. സംരക്ഷിച്ചുകൊണ്ട് തീർച്ചയായും അത് തന്നെയാണ് വയനാടിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത്. വയനാട് ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതും അങ്ങനെയാണ്. സിഗ്നേച്ചർ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ടൂറിസം. വയനാട് സേഫാണ്, സുന്ദരം. അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നു. താങ്ക്സ് എലോട്ട്. ടൂറിസം മാത്രം കൃഷി വേണം, പോരാ. അതാണ് മറ്റു രണ്ടാമത്തെ കൃഷി ഉപജീവനമായി എടുത്തിരുന്ന മനുഷ്യർ അവർ വന്യമൃഗങ്ങളിൽ നിന്ന് നേരിടുന്ന ഭീഷണികൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷേ അതിനോടൊപ്പം ടൂറിസം മേഖല കൂടി തകർന്നാൽ ഈ മനുഷ്യർ എന്ത് ചെയ്യുമെന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കൃഷി ഉണ്ടാവണം, ടൂറിസം ഉണ്ടാവണം, റെസ്പോൺസിബിളായി മനുഷ്യൻ ജീവിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. കറക്റ്റ്, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമുക്ക് തുടരാം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. താങ്ക്സ് എലോട്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടരുന്നു. ഓക്കെ, താങ്ക് യു. പ്രശ്നങ്ങൾ ഈ വയനാട് മേഖലയിൽ വരുമ്പോൾ പരാതികളെ കേൾക്കും. അതിൽ മെഡിക്കൽ കോളേജിലെ വിഷയം മുതൽ പാതയുടെ പ്രശ്നം വരെ, പാത തുറന്നു കൊടുക്കാത്ത പ്രശ്നമടക്കം, കൃഷി പ്രശ്നമടക്കം, കർഷക ആത്മഹത്യമടക്കമുണ്ട്. അതടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഇനിയും വരും ദിവസങ്ങളിലും റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. തീർച്ചയായും താങ്ക്സ് എ ലോട്ട്. നമ്മളിനി ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റയിലേക്കാണ്. മുത്താണ് ചങ്ക്. താങ്ക് യു സർ. യാത്ര തുടരുകയാണ്. ഇത് നമ്മൾ പോകുന്നത് കൽപ്പറ്റയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി ടൗണിലാണ്. ബത്തേരി ടൗണൊക്കെ കുറേ മാറി, പണ്ടത്തെ ബത്തേരിയൊന്നുമല്ല. പക്ഷേ വലിയ രീതിയിൽ മാറി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ യാത്രക്കാരെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ മുതൽ ഇവിടെയുള്ള ഹോട്ടൽ ഉടമകൾ, ചായക്കടക്കാർ, ഇവിടെ എല്ലാം ഈ യാത്രക്കാർ വന്നെങ്കിൽ മാത്രം അവർക്ക് പ്രതീക്ഷയുള്ളൂ. ഹോട്ടലുകൾ, പക്ഷേ ഇവിടെയൊന്നും വണ്ടിയോ വാഹനമോ ഇല്ല. സാധാരണ ബത്തേരിയിലൊക്കെ ഈ വീക്കെൻഡിൽ വന്നാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ബത്തേരിയൊക്കെ ഈ ശനി ഞായറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതല്ലല്ലോ അല്ലേ അവസ്ഥ സാധാരണ. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത് വീക്കെൻഡിലാണല്ലോ. വീക്കെൻഡിൽ ഇവിടെയൊക്കെ ഫുൾ ക്രൗഡഡ് ആവേണ്ടതാണ് ഈ പറയുന്ന സഞ്ചാരികളെ കൊണ്ട്. പക്ഷേ ഈ വയനാടിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞിട്ട് വയനാട് ബാധിച്ചതാണ് ഇപ്പോൾ ബത്തേരി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ക്രൗഡുള്ള സമയമാണ്. കാരണം നമ്മൾ ഇത്രയും നേരങ്ങൾ സഞ്ചാരികൾ വളരെ കുറവാണല്ലോ. സാധാരണ ജനങ്ങളെയാണല്ലോ കൂടുതലും കണ്ടത്. ഇവിടെയുള്ളത് അല്ലെങ്കിൽ സാധാരണ കാണാൻ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ സഞ്ചാരികളെ ആയിരിക്കും കൂടുതൽ കാണുക. ശരിക്കും സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് കർണാടക ടൂറിസ്റ്റുകളുടെ എൻട്രി പോയിന്റ് ആണ്. ഇവിടെ ഇപ്പോൾ കർണാടക വണ്ടി കൊണ്ട് നിറയേണ്ട ഒരു സമയമാണ്. നമ്മളിപ്പോൾ വയനാട്ടുകാരുടെ വണ്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. റെസ്റ്റോറൻറ്റുകൾ, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മളിവിടെ പോകുന്ന വഴിയിൽ കർണാടകയുടെയോ തമിഴ്നാടിൻ്റെയോ മധ്യപ്രദേശിൻ്റെയോ ആന്ധ്രാപ്രദേശിൻ്റെയോ രജിസ്ട്രേഷനുള്ള വണ്ടികളൊന്നും കാണുന്നില്ല. നമ്മൾ കാണുന്നില്ല ബ്ലോക്ക് ഉണ്ടാക്കിയിരുന്നത് നമ്മളാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളുടെ വണ്ടിയല്ലാതെ മറ്റു നിരത്തുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കാനില്ല. ഒരു വണ്ടി പോകുന്നുണ്ട് കർണാടക. ഏറെ നേരത്തിന് ശേഷം നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഇവർ കോഴിക്കോട് അങ്ങോട്ട് പോകുന്നവരായിരിക്കും. ഇവിടെ വന്ന് ടൂറിസം ഡെസ്റ്റിനേഷൻ നോക്കി വരുന്നവരാണ് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ടൂറിസം സഞ്ചാരികൾ. പക്ഷേ അവരൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല. ഈ വാർത്ത, വയനാട് ദുരന്തത്തിൻ്റെ വാർത്തയുണ്ടാക്കിയ മറ്റൊരു വലിയ പ്രതിഫലനമാണത്. ആ പ്രതിഫലനത്തെ മറികടക്കാൻ വേണ്ടിയുള്ള എഫേർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് അത്ര വേഗം സാധ്യമാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും സാധ്യമാവുന്ന എല്ലാ ഭാഷയിലും സാധ്യമായ എല്ലാ ഊർജ്ജത്തോടെയും നമ്മൾ പറയുന്നു വയനാട് ഈസ് സേഫ്, വയനാട് ഈസ് ബ്യൂട്ടിഫുൾ. തീർച്ചയായും വയനാട്ടിലേക്ക് വരണം. കർഷകർ എങ്ങനെയാണ് വയനാടിൻ്റെ പ്രതീകമാകുന്നത് എന്നതിൻ്റെ ചിത്രം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്.